ചെന്നിത്തല പഞ്ചായത്തിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ഷിബു കിളിയമൺതറ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. രാജിക്കത്ത് DCC പ്രസിഡന്റിന് കൈമാറി. വികസന പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തിച്ചു പോകാൻ പറ്റാത്ത പൊരുത്തക്കേടുകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ്. ഇപ്പോൾ ഞാൻ ജയിച്ച് വാർഡിൻ്റെ പകുതിയോളം വരുന്ന ഭാഗം ഉൾപ്പെടുന്ന ഭാഗം SC സംവരണ സീറ്റായിട്ട് നറുക്ക് വീണിരിക്കുകയാണ്. അപ്പോൾ നാളിതുവരെ പിന്നീട് പാർട്ടി എന്നോടൊരു കാര്യം വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പോലല്ലേ ഷിബു എങ്ങനെ എന്ന് പോലും ചോദിക്കാതെ അവർ അവരുടേതായ രീതിയിൽ എന്നെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു സമീപനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനാൽ പ്രസ്തുത പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഷിബു കിളിയമൺതറയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കണ്ടത്. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാജി, രാജി വ്യാപകമാവുകയാണ്. മാത്രമല്ല കൊല്ലത്ത് മന്ത്രി ഗണേഷ് കുമാറിനെ ഇരുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ഇത്തരത്തിൽ LDFന് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇതാ തിരുവനന്തപുരത്ത് മണക്കാട് സുരേഷ് രാജിവെക്കുന്നു. ഇപ്പോഴിതാ ഷിബു കിളിയമൺതറയും. എന്തൊക്കെയാണ് ഷിബു കിളിയമൺതറ പറയുന്നത്? തീർച്ചയായിട്ടും ആജിംഷാദ് ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ദളിത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. 85 മുതൽ KSU പ്രവർത്തനം തുടങ്ങിയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് എന്നീ നിലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചു വരികയാണ്. പ്രധാനമായിട്ടും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അതോടൊപ്പം തന്നെ പൊതുവെ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകരോടും അല്ലെങ്കിൽ ദളിത് വിഭാഗത്തോടും കാട്ടുന്ന അവഗണന, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം ഇപ്പോൾ രാജിവെച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാര്യം പലതവണ പല കാര്യങ്ങളുമായി മുന്നോട്ട് ചെന്നിട്ട് പോലും നേതാക്കളുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ നടപടികളും നിലപാടുകളും ഇല്ല. മാത്രമല്ല വികസന കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നോട്ട് മാറി നിന്നുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും എന്നാൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടും കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള നേതാക്കളുടെ ശ്രമത്തിൽ അല്ലെങ്കിൽ അവരുടെ പരിശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജി വെക്കുന്നതെന്നാണ് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്തായാലും പത്രസമ്മേളനം നടത്തി രാജിവെക്കുകയും അതിനുശേഷം DCC പ്രസിഡന്റ് രാജി സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ഈ സംസ്ഥാന ഭാരവാഹി ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായിട്ടും പിൻവാങ്ങുന്നത്.